ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഷോർട്സിൽ കണ്ടാണ് നമ്മുടെ പാലട മിക്സ് പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും പായസം വയ്ക്കാൻ വലിയ മടിയാണല്ലേ. കാര്യം ഒന്നാം പാൽ രണ്ടാം പാലൊക്കെ ചേർത്ത് അതും കുറച്ച് ടൈം എടുത്ത് വെക്കേണ്ട ഒരു കാര്യമല്ലേ. അതുകൊണ്ട് എല്ലാവരും മടിക്കും. അപ്പം നമുക്ക് ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് ഉണ്ട്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡബിൾ ഹോഴ്സിൻ്റെ ഇൻസ്റ്റൻറ്റ് പാലട മിക്സാണ്. നമുക്ക് ഏത് ബ്രാൻഡാണോ എടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിത് 1 ലിറ്റർ പാലിൽ റെഡിയാക്കി എടുക്കണമെന്നാണ്. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം തന്നെ ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് പാലും അതേപോലെ തന്നെ ഒരു പാക്കറ്റിൽ തന്നെ വെള്ളവും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത് ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ പാല് തിളച്ച് വരണം. ആ ടൈമിലാണ് നമ്മുടെ ഡബിൾ ഹോഴ്സിൻ്റെ പാക്കറ്റ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പാക്കറ്റ് ചേർക്കുമ്പോൾ അടയ്ക്ക് നല്ല വേവുണ്ട്. അതാണ് നമ്മൾ ഇത്രയും വെള്ളവും പാലും കൂടിയായിട്ട് ചേർത്തത്. നമ്മൾ എക്സ്ട്രാ ഇതിലേക്ക് പാൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒന്നും ചേർക്കാണ്ട് കട്ടിയുള്ള പാലാണ് കേട്ടോ ഇനി ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പാലട ചേർക്കുകയാണ്. ചേർത്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. കാര്യം എന്ന് വെച്ചാൽ നല്ല വേവുള്ള ഒരു 20 മിനിറ്റോളം വേവിക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ. ഞാനിത് 2-3 തത്തി ട്രൈ ചെയ്തപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ അട വേവാനായിട്ട് ടൈം കൊടുക്കണം. അപ്പോൾ ഇത് ഇവിടെ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഞാൻ ലോ ഫ്ലെയിമിലേക്ക് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലേക്ക് നിങ്ങൾക്ക് മാറ്റാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് അടിക്ക് പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതേ ഒരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഈ ഒരു പരുവായിട്ട് വരും. ഇടയ്ക്കിടയ്ക്ക് നോക്കുക. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടയൊക്കെ വെന്ത് വന്ന ശേഷം നമ്മൾ ഇതിലേക്ക് പാൽ ആഡ് ചെയ്യുന്നുണ്ട്. പാൽ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ്ട്രാ കട്ടിയുള്ള പാലാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിനൊരു അളവ് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മുടെ അതായത് നമ്മൾ കുറച്ച് പാൽ ചേർത്തിട്ടൊന്ന് മിക്സാക്കി നോക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മതിയെങ്കിൽ നമുക്കത് മതി. അല്ല കുറച്ചുകൂടി തിക്കായിട്ടിരിക്കുന്നെങ്കിൽ കുറച്ചുകൂടി ലൂസാക്കണമെങ്കിൽ പാൽ എക്സ്ട്രാ കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും തിളപ്പിച്ച പാലെടുക്കാൻ നോക്കുക കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റേജാണ് പായസത്തിൻ്റെ ഡെക്കറേഷൻ പരിപാടിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കാഷ്യൂ നട്ട്സും അതുപോലെ ഉണക്കമുന്തിരിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഈ തേങ്ങയൊക്കെ ചേർത്ത് ചെയ്യും. എനിക്ക് തേങ്ങ വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ് ചേർക്കാത്തത്. അപ്പോൾ അതും നമുക്കിതിൻ്റെ കൂടെ തന്നെ വറുത്തെടുത്തിട്ട് ആഡ് ചെയ്യാം. ഇനി ഇതാ പായസം ആയിക്കഴിഞ്ഞു. ഇനി നമുക്കിതിൽ നല്ലൊരു മണവും കൂടി കിട്ടാൻ വേണ്ടി നമുക്ക് ഏലക്കയും കൂടി ചേർക്കാം കേട്ടോ. ഇതെല്ലാം ലാസ്റ്റ് സ്റ്റേജിലാണ് ചേർക്കുന്നത്. അപ്പോൾ ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുക. അപ്പം നല്ലൊരു സ്മെല്ല് വരും ഉണ്ടാവും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പണ്ടത്തെ പോലെ ഇങ്ങനെ തേങ്ങ ചിരകണം, പാലെടുക്കണം, അതിൻ്റെ ഒന്നും ബുദ്ധിമുട്ടില്ല. അട വേവിച്ച് കൂട്ടുന്ന ബുദ്ധിമുട്ടില്ല, ഒന്നുമില്ല. ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പാലും ഇതുപോലെ ഒരു മിക്സും കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പായസം റെഡിയാക്കി എടുക്കാം കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. എല്ലാ കിറ്റിൻ്റെയും ബാക്കിൽ അവർ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കും നമ്മളിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതുപോലെ ചെയ്താൽ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ബായ്, അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും നമ്മുടെ ചാനലിൽ ബാക്കി വീഡിയോസ് ഒന്ന് കാണണം. അതുപോലെ തന്നെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം.